അതെന്താ ഞാൻ കൂടെ വന്നാല് എന്നെ കൂടെ കൂട്ടാൻ കൊള്ളൂലേ? എനിക്കെന്താ ചന്തമില്ലേ? കൂടെ വരണ്ടെന്ന് പറയാം. എനിക്കെന്താ കുറവ്? നിനക്ക് തലക്കകത്ത് ബുദ്ധിയും വിവരമില്ല, അത്ര തന്നെ കുറവ്. ആ വക്കീലിങ്ങ എത്തിയോ? ഞങ്ങള് രാവിലെ മുതൽ വക്കീലാകത്തിരിക്കുമായിരുന്നു. ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബാലു ഇവിടെ? അയ്യോ, ബാലുവിന്റെ കാര്യം ഒന്നും പറയണ്ട വക്കീലെ. അവന്റെ ഈ സംസാരം കളി ചിരിയൊക്കെ ആയിട്ട് രസിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. പാവം. നീ വന്നേ. കാഞ്ചനെ, നീ വേഗം അവന് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ വിളമ്പി കൊടുക്ക്. ഇവന് നമ്മൾ ആഹാരം കൊടുത്ത് പോഷിപ്പിക്കുകയാണെന്ന് വന്ന് കയറിയ ഉടനെ തന്നെ വക്കീലിന് ബോധ്യപ്പെടണം. അയാളുടെ കണ്ണ് തള്ളണം. കഴിക്ക്. ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ എടുത്ത് കഴിക്ക്. ഇന്ദ്രൻ എവിടെ? ഇന്ദ്രൻ വക്കീലുമായിട്ട് സംസാരിച്ച് നിൽക്കുമായിരിക്കും. അയ്യോ, വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. ഇനിയെല്ലാം ഊണ് കഴിച്ചിട്ടാവാം. വാ, എല്ലാരും ഉണ്ട് അവിടെ. വരൂ വക്കീലെ, വാ. ആഹാ, ഭക്ഷണം കഴിച്ചു തുടങ്ങിയോ? ബാലുവിന് വിശക്കുന്നെന്ന് പറഞ്ഞു. വക്കീൽ വരാൻ ലേറ്റ് ആവുമല്ലോ. അത്രയും നേരം വിശന്നിരിക്കണ്ടല്ലോ. ഇരിക്കി വെക്കില്ലേ? എന്നായിരുന്നേക്കാം. എന്താ മോനെ വേണ്ടേ? ചിക്കൻ തരട്ടെ? ആ, ആഹാ, വക്കീൽ വന്നായിരുന്നോ? ഞാൻ കഴിക്കായിരുന്നു. ആയിക്കോട്ടെ. ഇന്ദ്ര, എന്താ വേണ്ടെന്ന് വെച്ചാ വിളമ്പി കൊടുക്ക്. ഓ, കൊടുത്തിട്ടുണ്ട് മോനെ. ശരിക്ക് കഴിക്കണം കേട്ടോ. ബാലുവിന് സുഖമാണോ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കാൾ ബാലു ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. എന്തു പറയാനാ എന്റെ വക്കീലെ? എന്ത് കഴിച്ചിട്ടെന്താ, ശരീരത്തെ പിടിക്കണ്ടേ? അതെ അതെ. വക്കീലെ, ഇത് മുഴുവൻ ഇവന് വേണ്ടി ഉണ്ടാക്കിയതാ. എല്ലാ തവണയും വക്കീൽ വരുമ്പോ കാണുന്നതല്ലേ? ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ ദിവസവും. ബാലു, നീ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ കഴിക്കണേ? ഞാൻ പാല് കുടിക്കാറുണ്ടല്ലോ, പൊടി ചേർത്തിട്ട്. പാലില് പൊടിയോ? നശിപ്പിച്ച്. പാലിൽ എന്ത് പൊടിയാ ചേർക്കുന്നത്? പ്രോട്ടീൻ പൗഡർ. ഓ, അത് മാത്രമല്ല, ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പും എല്ലാം പൊടി ചേർത്ത് കൊടുക്കും. എന്തെങ്കിലും പോഷകാഹാരം ഉള്ളിൽ ചെല്ലണമല്ലോ, അതുകൊണ്ടാ കൊടുക്കുന്നത്. അതേതായാലും നന്നായി. ബാലു, പൊടി ചേർന്ന പാല് മാത്രം കുടിച്ചാ പോരാ, നല്ലോണം ആഹാരം ദിവസവും കഴിക്കണം. എങ്കിലേ ആരോഗ്യം മെച്ചപ്പെടും. കഴിക്കുമോനെ? കഴിക്കടാ കഴിക്കടാ കഴിക്കടാ. അല്ല, കമലയെ കണ്ടില്ലല്ലോ. കമലാന്റി നേരത്തെ കഴിച്ചു, മയക്കത്തിലാണെന്ന് തോന്നുന്നു. നാളത്തെ ലേലം നമുക്ക് തന്നെ കിട്ടുമെന്ന് എന്താ ഏട്ടാ ഉറപ്പ്? ഉറപ്പാ മോളെ, നാളെ ചിട്ടി നമുക്ക് തന്നെ കിട്ടും. പരമാവധി ലേലത്തുക കുറച്ചായിരിക്കും ഞാൻ നാളെ ചിട്ടി വിളിക്കുന്നത്. പിന്നെ ചിട്ടി വിളിക്കുന്നത് നമ്മുടെ നാട്ടുകാർ തന്നെയല്ലേ, അവരോടൊക്കെ ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ സഹായിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചിട്ടി നമുക്ക് തന്നെ കിട്ടില്ലേ?
എന്താണ് ഇവിടെ ഒരു ചർച്ച? മാമാ വാ. ഗിരിയേട്ടാ എവിടെ പോയിട്ട് വരുവാണ് രണ്ടുപേരും കൂടെ? രശ്മി ഞങ്ങള് തയ്യക്കാരി ജാനകി രഘുവരും ഒന്ന് പോയിരുന്നു. ഇവിടെ ബ്ലൗസ് എന്തോ അവിടെ തയ്ക്കാൻ കൊടുത്തു. എന്നിട്ട് കിട്ടിയോ? ദേ എന്തായടാ ശ്രീധനത്തിന്റെ കാര്യം? നാളത്തെ ലേലത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ആ അത് നമുക്ക് തന്നെ കിട്ടും. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ആ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എടാ കല്യാണത്തിന്റെ ദിവസം ഒന്നും കുറിക്കാത്ത സ്ഥിതിക്ക് ഈ ചിട്ടി പിടിക്കുന്ന പൈസ എടുത്ത് വട്ടിപ്പലിശയ്ക്ക് കൊടുക്ക്. ഉം. 1 മാസമെങ്കിൽ 1 മാസം, 2 മാസമെങ്കിൽ 2 മാസം. പണം പലിശയും ചേർത്ത് കുറെ ഇങ്ങ് കൈ കിട്ടില്ലേ? ഏയ് അതൊന്നും ശരിയാവില്ല. ഈ പണം വാങ്ങുന്നവർ അതും കൊണ്ട് മുങ്ങിയ ആകെ അവതാളത്തിലാവില്ലേ? ആ. എന്തിനാ വെറുതെ? അല്ലെങ്കിലും അച്ഛന്റെ തലയിൽ പൊട്ട ഐഡിയല്ലേ വരൂ. ചിട്ടി പിടിച്ച് കിട്ടുന്ന കാശ് ഗിരിയേട്ടൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചാ മതി. പിന്നെ എന്റെ കയ്യില് 6-7 പവൻ സ്വർണ്ണമുണ്ട്. അത് ഞാൻ തരാം. അതെന്തായാലും ഈ വീട്ടിലേക്ക് തന്നെ വരാനുള്ളതല്ലേ. ഈ വീട്ടിലേക്ക് വരാനുള്ളതാ? അത് നിന്നെ കെട്ടിച്ചയക്കുമ്പോ ഇടാനുള്ളതല്ലേ? എല്ലാം ഒന്ന് തന്നെ അല്ലേ ഗിരിയേട്ടാ? അല്ല ഗിരിയേട്ടാ, നാളെ ലേലത്തിന് ഞാൻ കൂടെ വന്നോട്ടെ? നീ എന്തിനാ വരുന്നത്? പാറു എന്തായാലും വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ റാണിയും ഉണ്ടാവും. ഞങ്ങൾ 3 പേര് മാത്രം മതി. അതെന്താ ഞാൻ കൂടെ വന്നാല്? എന്നെ കൂടെ കൂട്ടാൻ കൊള്ളൂലേ? എനിക്കെന്താ ചന്തമില്ലേ? കൂടെ വരണ്ടെന്ന് പറയാം. എനിക്കെന്താ കുറവ്? നിനക്ക് തലക്കകത്ത് ബുദ്ധിയും വിവരവും ഇല്ല, അത്ര തന്നെ കുറവ്. ഗിരിയായി വേറൊരു ഐഡിയ കൂടെ ഉണ്ട്. അപ്പോ നാളെയാണ് ചിട്ടിയുടെ ലേലം. നാളെ കൃത്യം 10 മണിക്ക് തന്നെ ലേലം തുടങ്ങും. എങ്കിലേ പത്മനാഭൻ വിചാരിച്ചെടുത്തെ കാര്യങ്ങളെത്തൂ. ഈ കല്യാണം എന്താ ഭാഗ്യം? ഒന്നുമില്ല. ഗിരിക്കെതിരെ പുതിയ വല്ല കുരുക്ക് ഒപ്പിക്കുമായിരിക്കോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഓണം കെട്ടിട്ട് മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ. മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോവാ. എന്ത് പറ്റി നകലും കുഞ്ഞ്? ഒരുമാതിരിയുള്ള ചോദ്യം ചോദിക്കരുത്. എന്താ കാര്യം തനിക്ക് അറിഞ്ഞൂടോ? പാറുക്കുഞ്ഞിന്റെ അതന്നെ അവളുടെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സ. അതിന്റെ രംഗങ്ങൾക്ക് ഇപ്പൊ മൊബൈലിലൂടെ പറന്ന് കളിക്കുവാ.